വിദ്യാർത്ഥി പ്രതിഷേധം രാജ്യമാകെ അലയടിക്കുകയാണ്. വലിയ തോതിലുള്ള പിന്തുണയാണ് ഈ പ്രതിഷേധത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഈ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. കോട്ടയത്തു നിന്നും 17 പരം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഞാനുള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. പോകാനുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ തന്നെ വനിതകളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഇവരെ യാത്രയാക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ശരത്ത് നമുക്കിപ്പോൾ ചേരുകയാണ്. എത്ര പേരാണ് യാത്രയാവുന്നത്? കോട്ടയം ജില്ലയിൽ നിന്ന് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 17 സഖാക്കളാണ് ഈ സമരത്തിനകത്ത് ഡൽഹി പങ്കെടുക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ തന്നെ രാജ്യതലസ്ഥാനത്ത് രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന് രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന അഴിമതിക്കെതിരെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ നിരന്തരമായി സമരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഭരണകൂടം സമരത്തെ നിരന്തരമായി അവഗണിക്കാൻ ശ്രമിക്കുകയാണ്. അവഗണിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിനകത്തെല്ലാം അതിശക്തമായ പ്രക്ഷോഭമായി സമരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് പ്രകാരം ഡിവൈഎഫ്ഐയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത് പ്രകാരം കേരളത്തിൽ നിന്ന് 250 സമരസഖാക്കളും അതിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കാൻ 17 സഖാക്കളും ഉൾപ്പെടെ ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും സമരകേന്ദ്രത്തിലേക്ക് സഖാക്കൾ പുറപ്പെടുകയാണ്. എത്ര പേർ പോകുന്നു പറഞ്ഞു? ഒപ്പം തന്നെ ഇവിടെ എങ്ങനെയാണ് ഇവരുടെ ഒരു യാത്രാ മാർഗം? ട്രെയിൻ മാർഗമാണ് നമ്മുടെ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടുന്ന് അടുത്ത ട്രെയിനിൽ കേരള എക്സ്പ്രസ്സിനകത്ത് എറണാകുളം ജില്ലയിലെത്തി എറണാകുളത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരം നമ്മുടെ രാജധാനി എക്സ്പ്രസ് മുഖാന്തരം ഡൽഹിയിലേക്ക് പോകുക എന്നുള്ള നിലയാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ട്രെയിൻ മാർഗമാണ് സമരത്തിലേക്ക് പോകുന്നത്. ഇവിടെ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അർച്ചന കൂടി നമുക്ക് ചേരുകയാണ്. എത്ര വനിതാ പ്രവർത്തകർ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ ജില്ലയിൽ നിന്നും പോകുന്നുണ്ട്? ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ നിന്നും 2 വനിതാ സഖാക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യവ്യാപകമായ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 17 ആളുകൾ ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത്. അതിൻ്റെ ഒപ്പം നമ്മുടെ 2 വനിതാ സഖാക്കളും ആ സമരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിലാണ് കോട്ടയം ജില്ലയിൽ നിന്നും 17 പേർ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നത്. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പ്രവർത്തകരെ ഡൽഹിയിലേക്ക് അയക്കുവാനാണ് ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.